പുതിയ സാമുദായിക സമവാക്യം പ്രഖ്യാപിച്ച് വെള്ളാപ്പള്ളി നടേശൻ. നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ കൂട്ടായ്മ ഉണ്ടാക്കും. ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത് ഭയത്തോടെ. NSSുമായി ഇനി ഭിന്നതയില്ലെന്നും ചർച്ചയ്ക്ക് പെരുന്നയിൽ പോകാൻ തയ്യാറെന്നും വെള്ളാപ്പള്ളി. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ തള്ളി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി. ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്ന നിർണായക നിരീക്ഷണം. ലൈംഗിക ബന്ധം ഉഭയസമ്മതപ്രകാരമെന്ന പ്രതിഭാഗത്തിന്റെ വാദം നിരാകരിച്ചു. ജാമ്യം നൽകിയാൽ ഇരയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയെന്ന് ഉത്തരവിൽ ഗുരുതര പരാമർശം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള ധനസഹായം മുടങ്ങിയെന്ന വാർത്ത തള്ളി റവന്യൂ വകുപ്പ്. നിലവിലുള്ള ഉത്തരവ് ഡിസംബർ വരെ പണം നൽകാനുള്ളത്. ജനുവരി മുതൽ പണം നൽകാനുള്ള ഉത്തരവ് ഉടൻ ഇറങ്ങും. പദ്ധതിക്കായി 15 കോടി അക്കൗണ്ടിലുണ്ടെന്ന് മന്ത്രി കെ രാജൻ. ശബരിമലയിലെ വാജിവാഹന കൈമാറ്റത്തിൽ കേസെടുക്കാനുള്ള സാധ്യത തേടി SIT. തന്ത്രിക്ക് വാജിവാഹനം കൈമാറിയ കാലത്തെ ബോർഡംഗങ്ങളുടെ മൊഴിയെടുക്കും. റിമാൻഡിലുള്ള KP ശങ്കരദാസിനെ ആശുപത്രിയിൽ മാറ്റി. ജയിൽ ഉദ്യോഗസ്ഥരെത്തി മാറ്റിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക്. ഗൃഹസന്ദർശന പരിപാടിക്ക് CPIMന്റെ കർശന മാർഗരേഖ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ A പത്മകുമാറിനെതിരെ ഉചിതമായ സമയത്ത് നടപടിയെന്ന് പറയണം. വീട്ടുകാരുമായി തർക്കിക്കരുത്. ഇടയ്ക്കു കയറി സംസാരിക്കരുത്. സർക്കുലറിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന്. കലോത്സവ ഓർമ്മകൾ ന്യൂസ് മലയാളവുമായി പങ്കുവച്ച നടി ഭാവന. ജയപരാജയങ്ങളെക്കാൾ പ്രധാനം കലയുടെ ആഘോഷത്തിൽ ഭാഗമാകുന്നതും ആസ്വദിക്കുന്നതും. ഓരോ കലോത്സവവും ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോക്കെന്ന് ഭാവന. കോഴിക്കോട് പന്തിരങ്കാവിൽ പ്രദേശവാസികൾക്ക് ടോൾ ഇളവ് നൽകി പ്രശ്ന പരിഹാരത്തിന് ശ്രമം. ഇളവ് നൽകുന്നത് ഹൈവേ അതോറിറ്റി അറിയിക്കുമെന്ന് സമരക്കാരുമായുള്ള ചർച്ചയിൽ കളക്ടർ. പ്രശ്നപരിഹാരം ഒരാഴ്ചയ്ക്കുള്ളിലെന്ന് കളക്ടർ ഉറപ്പു നൽകിയതായി കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ. പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം അസാധുവാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നടപടി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന SDPI പരാതിയിൽ. നറുക്കെടുപ്പിൽ പേര് വീണ ആളെ വരണാധികാരി ഉപാധ്യക്ഷനാക്കിയില്ലെന്ന് കണ്ടെത്തൽ. നാഷണൽ സർവീസ് സ്കീമിന്റെ ഇടപെടലിൽ ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പാലക്കാട് ആലത്തൂർ SN കോളേജ് NSS യൂണിറ്റിന്റെ ഇടപെടലിലാണ് പ്രദേശവാസികളുടെയും ദീർഘനാളത്തെ യാത്രാ ദുരിതത്തിന് പരിഹാരമായത്. MLAമാരായ KD പ്രസേനനും PP സുമോദും ചേർന്ന് ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. രണ്ടായിരത്തി 25-26 വർഷത്തെ കായിക സർവേയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കായി പാലക്കാട് ജില്ലാതല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി അസിസ്റ്റന്റ് കളക്ടർ രവി മീണ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി മെഡിക്കൽ കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി സമരം നടത്തി. ആവശ്യമായ ലാബുകളോ ഓപ്പറേഷൻ തിയേറ്റർ സൗകര്യമോ ലഭ്യമാക്കിയില്ലെന്ന് ആരോപിച്ചായിരുന്നു സമരം. 2023 മുതൽ ആദ്യ വർഷം മുതൽ ഉന്നയിച്ച ആവശ്യങ്ങൾ അവസാന വർഷമായപ്പോൾ പോലും സാധ്യമായില്ലെന്നാണ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പരാതി. എറണാകുളം പറവൂരിൽ ക്ഷേത്ര ജീവനക്കാരിക്ക് കീരിയുടെ കടിയേറ്റു. വെളുത്താട്ട് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന അമ്മിണിക്കാണ് പരിക്കേറ്റത്. ക്ഷേത്രത്തിലെ പൂജാപാത്രങ്ങളും മറ്റും വൃത്തിയാക്കുന്നതിനിടെയാണ് സംഭവം. കീരി മനുഷ്യനെ കടിക്കുന്നത് അത്യപൂർവമാണ്. പറവൂരിൽ ദേശീയപാത 66ന്റെ നിർമ്മാണത്തിന് മണ്ണുമായി വന്ന ലോറി മറിഞ്ഞ അപകടം. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെ 1 മണിയോടെ ചെറിയപ്പള്ളിക്ക് സമീപത്താണ് അപകടം നടന്നത്. വയനാട് പുൽപ്പള്ളിയിൽ വിദ്യാർത്ഥിക്ക് നേരെ അയൽവാസിയുടെ ആസിഡ് ആക്രമണം. മരകാവ് പ്രിയദർശിനി ഉന്നതിയിലെ മണികണ്ഠന്റെ മകൾ മഹാലക്ഷ്മിയാണ് ആസിഡ് ആക്രമണത്തിന് ഇരയായത്. ആക്രമണം നടത്തിയ അയൽവാസി വേട്ടറമ്മൽ രാജു ജോസിനെ പുൽപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ യൂണിഫോം നൽകണമെന്ന ആവശ്യം നിരസിച്ചതിലുള്ള വിരോധമാണ് ആക്രമണത്തിനു കാരണം. കൊല്ലം കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 7 നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജനുവരി 19 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും. കിഫ്ബി ഫണ്ടിൽ നിന്ന് 76.13 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. എല്ലാ റേഷൻ കടകളെയും ഘട്ടം ഘട്ടമായി സ്റ്റോറുകളാക്കി മാറ്റുമെന്ന് ഭക്ഷ്യമന്ത്രി. തിരുവനന്തപുരം താലൂക്കിലെ FPS
141 നമ്പർ കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കെ സ്റ്റോറുകൾ മുഖേന ലഭ്യമാകുന്ന സേവനങ്ങൾ ജനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കോഴിക്കോട് വളയം ആയോട് മലയിൽ എക്സൈസ് റെയ്ഡ്. 20 ലിറ്റർ ചാരായവും 700 ലിറ്റർ വാഷും കണ്ടെത്തി. എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് ചാരായവും വാറ്റും പിടികൂടിയത്. അബ്കാരി ആക്ട് പ്രകാരം കേസെടുത്തു. തിരുവനന്തപുരത്ത് നീന്തൽക്കുളത്തിൽ വീണ് 12-കാരന് ദാരുണാന്ത്യം. കുന്നത്തുകാലിൽ ഷമീന ഷാജി ദമ്പതികളുടെ മകൻ നിയാസാണ് മരിച്ചത്. രാവിലെ സഹോദരനും സുഹൃത്തിനുമൊപ്പം കുളിക്കുന്നതിനിടെയായിരുന്നു അപകടം. ലോക പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ മലപ്പുറം നഗരസഭയിലെ കിടപ്പ് രോഗികളെ സന്ദർശിച്ച് ജില്ലാ കളക്ടർ VR വിനോദ്. രോഗാവസ്ഥയിൽ വീടിനുള്ളിൽ കഴിയുന്നവർക്ക് ആത്മവിശ്വാസവും സാന്ത്വനവും പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘം രോഗികളുടെ വീടുകളിൽ എത്തിയത്. രോഗികളുടെ പ്രയാസങ്ങൾ ചോദിച്ചറിഞ്ഞ കളക്ടർ ആവശ്യമായ വൈദ്യസഹായവും മറ്റു പിന്തുണകളും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. മലപ്പുറം പെരകമണ്ണ GHSS, എടവണ്ണ സീതി ഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ, GHSS തിരുവാലി എന്നീ വിദ്യാലയങ്ങളുടെ സംയുക്ത SPC പാസിംഗ് പരേഡ് സംഘടിപ്പിച്ചു. തിരുവാലി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ എടവണ്ണ CI N മുഹമ്മദ് റഫീഖ് സല്യൂട്ട് സ്വീകരിച്ചു. ബുക്ക് ചെയ്ത മഹേന്ദ്ര താർ വാഹനം ഡെലിവറി നീണ്ടുപോയ സാഹചര്യത്തിൽ ബുക്കിംഗ് റദ്ദാക്കിയ ഉപഭോക്താവിന് ബുക്കിംഗ് തുകയും നഷ്ടപരിഹാരവും നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന പോത്തൻ ഓട്ടോസിനെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. കോതമംഗലം സ്വദേശി നോബൽ മാത്യു ആണ് പരാതി നൽകിയത്. പാലക്കാട് മണ്ണാർക്കാട് താലൂക്ക് ലൈബ്രറി, നവമലയാളി ഗ്രന്ഥശാല, രാമൻ ഗവേഷണ കേന്ദ്രം, ഡെക്കലോഗ് ഫിലിം സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പുസ്തക വിചാരം നടന്നു. പ്രഭാഷകൻ KN കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ PK പോക്കറും VK ജോസഫും തമ്മിൽ നടന്ന സംവാദം ആകർഷകമായി. കണ്ണൂരിൽ ഡിജിറ്റൽ അറസ്റ്റ് വഴി പണം തട്ടാൻ ശ്രമിച്ച പ്രതിയെ തിരിച്ചറിയാൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. വീഡിയോ കോളിലൂടെ ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണി മുഴക്കി പണം തട്ടാൻ ശ്രമിച്ചെന്നാണ് കേസ്. പരാതിക്കാരന്റെ പേരിൽ മണി ലോണ്ടറിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിപ്പിച്ച് വ്യാജരേഖകൾ കാണിച്ച് ഭയപ്പെടുത്തി പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. മലപ്പുറം പെരിന്തൽമണ്ണ ഒടമല ഷൈഖ് ഫരീദ് ഔലിയ ദഅവ കോളേജ് വാർഷിക 2ാം സനദ് ദാന സമ്മേളനം സമാപിച്ചു. സമ്മേളനം കോളേജ് പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പഠനം പൂർത്തിയാക്കിയ 56 യുവ പണ്ഡിതർക്കുള്ള ഫരീദി സനദ് ദാനവും തങ്ങൾ നിർവഹിച്ചു. ഭാര്യയ്ക്ക് വീഡിയോ അയച്ചു കൊടുത്ത ശേഷം സഹോദരനെ ലൈവ് വീഡിയോ കോൾ ചെയ്ത് യുവാവ് തൂങ്ങി മരിച്ചു. കർണാടക ഷിമോഗ ജില്ല ഡോണഭഗട്ട സ്വദേശി റിസ്വാൻ അലിയാണ് മരിച്ചത്. കുമ്പള പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് കളക്ടറേറ്റിൽ റിപ്പബ്ലിക് ദിന ജില്ലാതല ആഘോഷങ്ങൾക്കുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി യോഗം ചേർന്നു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. വിവിധ വിഭാഗങ്ങളുടെ പരേഡ്, സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, പരേഡിനുള്ള മൈതാനം സജ്ജമാക്കൽ തുടങ്ങിയവയുടെ പ്രാഥമിക ഒരുക്കങ്ങളുടെ പുരോഗതി യോഗം വിലയിരുത്തി. കോഴിക്കോട് മാവൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചെറുപ്പായ്യപ്പൻ കാവിന് സമീപം വൈകിട്ടോടെയാണ് അപകടമുണ്ടായത്. OBC മോർച്ച വോട്ട് ചേർക്കൽ സംസ്ഥാന ക്യാമ്പയിന് കോഴിക്കോട് തുടക്കം. കോഴിക്കോട് SK പൊറ്റക്കാട് ഹാളിൽ നടന്ന പരിപാടി OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി K ഷൈബു ഉദ്ഘാടനം ചെയ്തു. ജനുവരി 22 വരെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 30 കേന്ദ്രങ്ങളിലാണ് OBC മോർച്ച വോട്ട് ചേർക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച യുവാവിന് ദാരുണാന്ത്യം. കോട്ടൂർ വെങ്ങപ്പറ്റ സ്വദേശി അമൽജിത്താണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച യുവാവ് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ വിമർശിച്ച് INL. മതേതരത്വം സംരക്ഷിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും അതിന്റെ പേരിൽ വോട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് പോകട്ടെ എന്ന VD സതീശന്റെ പ്രസ്താവന ആത്മവഞ്ചനയുടെ ഗീർവാണമാണെന്നാണ് കാസിം ഇരിക്കൂർ പറഞ്ഞത്.
അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസും അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയും സംയുക്തമായി ഏകദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. ഭാരതീയ ജ്ഞാന പദ്ധതിയും ആധുനിക വിദ്യാഭ്യാസവും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ കെ സാജു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. തീയ മഹാസഭ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമുദായ കൂട്ടായ്മയും ആംബുലൻസ് സർവീസ് ഉദ്ഘാടനവും നടന്നു. തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം ഹാളിൽ നടന്ന ചടങ്ങ് കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര മുഖ്യാതിഥിയായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 41ാം സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടക്കും. തിങ്കളാഴ്ച നടക്കുന്ന സംസ്ഥാന കൗൺസിൽ യോഗം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം K സുധാകരൻ MP-യും, ചൊവ്വാഴ്ച നടക്കുന്ന സമ്മേളനം KC വേണുഗോപാലും, പ്രതിനിധി സമ്മേളനം VD സതീശനും ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. കാസർഗോഡ് മാലോത്ത് സ്വദേശി സിജു ആണ് പിടിയിലായത്. പരസ്പരം പരിചയമുണ്ടായിരുന്ന പ്രതി യുവതിയുടെ സ്വർണവും പണവും നേരത്തെ കൈക്കലാക്കിയിരുന്നു. ഇത് തിരിച്ചു ചോദിച്ചപ്പോൾ ആളൊഴിഞ്ഞ വീട്ടിൽ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. എറണാകുളം കാഞ്ഞൂർ പള്ളിയിൽ വിശുദ്ധ സെബാസ്ത്യനോസിന്റെ തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയേറി. വികാരിയ ഫാദർ ജോയ് കണ്ണമ്പുഴ തിരുനാളിന് കൊടികയറ്റി. 19, 20 തീയതികളിലാണ് തിരുനാൾ. എട്ടാം മഠം 26, 27 തീയതികളിൽ നടക്കും. പാലക്കാട് ജില്ലാ റോഡ് സുരക്ഷാ കൗൺസിൽ യോഗം ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. പാലക്കാട് നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനും പരിഹരിക്കുന്നതിനുമായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ITയുടെ നേതൃത്വത്തിൽ പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് സംഘം. ഞാറക്കൽ മുരിക്കുംപാടം ശുദ്ധജല സംഭരണികൾ ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷം പിന്നിട്ടിട്ടും പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധം. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മാലിപ്പുറം ജല അതോറിറ്റി ഓഫീസിന് മുന്നിൽ നടത്തിയ ജനകീയ പ്രതിഷേധ സമരം സമിതി ചെയർമാൻ പോൾ J മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. മല്ലാർപാടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷിക യോഗവും യാത്രയയപ്പ് ചടങ്ങും നടന്നു. പരിപാടി ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജെറോം ചമ്മണിക്കോടത്ത് അധ്യക്ഷത വഹിച്ചു. LKG മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി. കണ്ണൂരിൽ മയക്കുമരുന്ന് കേസിൽ ജാമ്യത്തിൽ കഴിയുകയായിരുന്ന സ്ത്രീയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. CT ബൾക്കീസിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2022 കണ്ണൂരിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന 2 കിലോയോളം MDMA പിടികൂടിയ കേസിലെ 1ാം പ്രതിയായിരുന്നു ബൾക്കീസ്. എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് വാവേലി കുളങ്ങാട്ടുകുഴി റോഡിൽ കാട്ടാനക്കൂട്ടം എത്തിയത്. വനപാലകരും നാട്ടുകാരും ചേർന്ന ആനകളെ കാട്ടിലേക്ക് തുരത്തി. പ്രദേശത്ത് ആനശല്യം രൂക്ഷമായതോടെ പരിഭ്രാന്തിയിലാണ് നാട്ടുകാർ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ ഡാർബിയിൽ യുണൈറ്റഡിന് തകർപ്പൻ ജയം. സിറ്റിയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു യുണൈറ്റഡ്. സ്പാനിഷ് ലീഗിൽ കുതിപ്പ് തുടർന്ന് റയൽ മാഡ്രിഡ്. ലെവന്റയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ച് റയൽ. സൂപ്പർ താരം എംബപ്പയും റൗൾ അസസിനിയയും ഗോൾ നേടി. ജയത്തോടെ ബാഴ്സയുമായുള്ള പോയിന്റ് വ്യത്യാസം 1 കുറച്ച് 2ാം സ്ഥാനത്ത് തുടരുകയാണ് റയൽ മാഡ്രിഡ്. ഈ വർഷത്തെ ആദ്യ ഗ്രാൻഡ് സ്ലാം പോരാട്ടമായ ഓസ്ട്രേലിയൻ ഓപ്പണിന് നാളെ തുടക്കം. ലോക 1ാം നമ്പർ താരം കാർലോസ് അൽക്കറാസ് ആദ്യ ദിനം ഇറങ്ങും. 25ാം കിരീടം ലക്ഷ്യമിട്ട ഇതിഹാസ താരം ജോക്കോവിച്ച്, പ്രതീക്ഷയോടെ സിന്നർ, സ്വരേവ് അടക്കം സൂപ്പർ താരങ്ങളും കളത്തിൽ. റെക്കോർഡിടാൻ വീനസ് വില്യംസും തയ്യാർ. അണ്ടർ-19 ലോകകപ്പിൽ റെക്കോർഡ് നേട്ടത്തിലെത്തി 14-കാരൻ വൈഭവ് സൂര്യവംശി. ലോകകപ്പിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡാണ് വൈഭവ് സ്വന്തം പേരിലാക്കിയത്. 15ാം വയസ്സിൽ അഫ്ഗാനിസ്ഥാന്റെ ഷാഹിദുല്ല കമാൽ നേടിയ റെക്കോർഡാണ് വൈഭവ് മറികടന്നത്. കൗമാര ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് ഏറ്റവും കൂടുതൽ റൺസ് നേടുന്നതിൽ വിരാട് കോഹ്ലിയെ മറികടന്ന് 7ാമനായി വൈഭവ് സൂര്യവംശി. രഞ്ജി ട്രോഫിയിലെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ നിന്ന് പിന്മാറിയ അജിങ്ക്യ രഹാനെ. വ്യക്തിപരമായ കാരണങ്ങൾക്ക് തുടർന്നാണ് തീരുമാനമെന്ന് താരം മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനെ അറിയിച്ചു. മുംബൈക്ക് നിർണായക മത്സരങ്ങൾ വരാനിരിക്കെയാണ് രഹാനെയുടെ അപ്രതീക്ഷിത തീരുമാനം. യുവതാരങ്ങൾക്ക് വഴിയൊരുക്കുന്നതിനായി താരം കഴിഞ്ഞ സീസണിൽ മുംബൈയുടെ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞിരുന്നു. ബോക്സിംഗിൽ ഇന്ത്യയുടെ ആദ്യ ഒളിമ്പിക് മെഡൽ ജേതാവായ വിജേന്ദർ സിംഗിനെ ഏഷ്യൻ ബോക്സിംഗ് കൗൺസിലിന്റെ അംഗമായി നിയമിച്ചു. ഏഷ്യൻ ബോക്സിംഗ് കൗൺസിലിൽ തന്നെ അംഗമാക്കിയതിൽ
അഭിമാനിക്കുന്നുവെന്നും ഇന്ത്യൻ ബോക്സിംഗ് ഫെഡറേഷന് നന്ദിയെന്നും വിജയേന്ദർ അറിയിച്ചു. 2008 ബീജിംഗ് ഒളിമ്പിക്സിലാണ് ഇന്ത്യക്കായി താരം ചരിത്ര മെഡൽ സ്വന്തമാക്കിയത്. കോമയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതിനു പിന്നാലെ മരണത്തെ മുഖാമുഖം കണ്ട നാളുകളെ ഓർത്തെടുത്ത് മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡാമിയൻ മാർട്ടിൻ ഡോക്ടർമാർക്ക് പോലും വിശ്വസിക്കാനാവാത്ത രീതിയിലാണ് താൻ ജീവിതത്തിലേക്ക് തിരികെ എത്തിയതെന്നും പ്രാർത്ഥിച്ചവർക്കും ഒപ്പം നിന്നവർക്കും നന്ദി അറിയിക്കുന്നുവെന്നും താരം. ജീവിതം എത്ര വിലപ്പെട്ടതാണെന്ന് മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ മനസ്സിലായെന്നും താരം എക്സിൽ കുറിച്ചു. 2026 ശക്തമായി തിരിച്ചു വരികയാണെന്ന് ഡാമിയൻ കൂട്ടിച്ചേർത്തു. മെനിഞ്ചൈറ്റിസ് ബാധിച്ചായിരുന്നു താരം കോമയിലേക്ക് എത്തിയത്. പിന്നീട് 8 ദിവസത്തിനു ശേഷമാണ് ഡാമിയൻ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊൽക്കത്ത അടക്കമുള്ള ഹൗറയെയും ഗുവാഹത്തിയിലെ കാമാഖ്യ ജംഗ്ഷനെയും ബന്ധിപ്പിക്കുന്ന ട്രെയിൻ സർവീസിനാണ് തുടക്കമായത്. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ കുറഞ്ഞ നിരക്കിൽ പ്രദാനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യം വിജയിച്ചതിനു പിന്നാലെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് ബിജെപിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ്. മമ്മി ഞാൻ വീണ്ടും തോറ്റു എന്ന അടിക്കുറിപ്പോടെ രാഹുൽ ഗാന്ധിയുടെ മുഖം എഡിറ്റ് ചെയ്ത വീഡിയോയാണ് ബിജെപി എക്സിൽ പങ്കുവച്ചത്. ബോളിവുഡ് നടൻ വരുൺ ധവാന്റെ വൈറലായ സിനിമാ ദൃശ്യത്തിലാണ് രാഹുലിന്റെ തല ചേർത്ത് ബിജെപി വീഡിയോ നിർമ്മിച്ചത്. രാജ്യതലസ്ഥാനത്തെ വായു മലിനീകരണം കുറയ്ക്കാൻ പദ്ധതിയുമായി ഡൽഹി സർക്കാർ 4 വർഷം നീളുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. നഗരത്തിലെ പൊതുഗതാഗത സംവിധാനങ്ങളെ പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമാക്കുക എന്നതാണ് പദ്ധതിയുടെ ആദ്യ ചുവട്. മാലിന്യം വേസ്റ്റ് ടു എനർജി പ്ലാൻ വഴി സംസ്കരിക്കും. 4 വർഷത്തിനുള്ളിൽ 3.5 ദശലക്ഷം മരങ്ങൾ നടാനും പദ്ധതിയിൽ ലക്ഷ്യമുണ്ട്. ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു വന്നാൽ AR റഹ്മാന് നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരികെ ലഭിക്കുമെന്ന് VHP ദേശീയ വക്താവ് വിനോദ് ബൻസാൽ. അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ തടാകത്തിൽ വീണ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം സ്വദേശി മഹാദേവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മഹാദേവിനൊപ്പം തടാകത്തിൽ വീണ സുഹൃത്തായ കൊല്ലം സ്വദേശി ബിനുവിന്റെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. വിനോദയാത്രയ്ക്കാണ് 7-അംഗ സംഘം അരുണാചലിലെത്തിയത്. മഞ്ഞുപാളികൾക്ക് മുകളിലൂടെ നടക്കുന്നതിനിടെ യുവാക്കൾ തടാകത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. ജീവനക്കാർക്ക് EPF തുക UPI പേയ്മെന്റ് ഗേറ്റ് വേ വഴി പിൻവലിക്കാനുള്ള സംവിധാനം ഏപ്രിൽ മുതൽ നിലവിൽ വരുമെന്ന് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. ഇതുകൂടാതെ ATM വഴി തുക പിൻവലിക്കാനാകുന്ന സൗകര്യവും ഒരുക്കും. ഇതോടെ PF തുക പിൻവലിക്കാൻ ഓൺലൈൻ വഴി അപേക്ഷിച്ച് കാത്തിരിക്കേണ്ട അവസ്ഥ ഒഴിവാകും. തമിഴ്നാട്ടിൽ സുഹൃത്തിനെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളുടെ സഹായത്തോടെ കൊലപ്പെടുത്തിയ 2 യുവതികൾ അറസ്റ്റിൽ. റീന, രക്ഷിത എന്നിവരാണ് തിരുശൂലം സ്വദേശി സെൽവകുമാറിനെ കൊലപ്പെടുത്തിയത്. സോഷ്യൽ മീഡിയയിലൂടെ ഒട്ടേറെ യുവാക്കളുമായി സൗഹൃദം സ്ഥാപിച്ച ഇവർ സെൽവകുമാറിനെയും അതുവഴിയാണ് പരിചയപ്പെട്ടത്. എന്നാൽ മറ്റു പുരുഷന്മാരുമായുള്ള ബന്ധം സെൽവകുമാർ വിലക്കിയതാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. അൽ-ഫലാഹ് സർവകലാശാല ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദീഖിനെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ യൂണിവേഴ്സിറ്റി ഭൂമി ഉൾപ്പെടെ 139 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടി. സർവകലാശാലയിലെ 54 ഏക്കർ ഭൂമി അടക്കമാണ് ED കണ്ടുകെട്ടിയത്. അഹമ്മദ് സിദ്ദീഖിയും കുടുംബാംഗങ്ങളെയും സർവകലാശാലയിലും അൽ-ഫലാഹ് ചാരിറ്റബിൾ ട്രസ്റ്റിലും നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളിൽ ED കുറ്റപത്രം സമർപ്പിച്ചു. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം. AI, നിർണായക ധാതുക്കൾ എന്നീ മേഖലയിലാണ് ഇന്ത്യയും ജപ്പാനും പുതിയ സംരംഭങ്ങൾ അനാച്ഛാദനം ചെയ്തത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറും ജാപ്പനീസ് വിദേശകാര്യമന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ഉത്തർപ്രദേശിലെ മാക് മേളയിൽ കൗതുക കാഴ്ചയായി ഗൂഗിൾ ഗോൾഡൻ ബാബ. 5 കോടി രൂപ വില വരുന്ന സ്വർണം, വെള്ളി ആഭരണങ്ങൾ അണിഞ്ഞാണ് പ്രയാഗ്രാജിലെ ഉത്സവാഘോഷങ്ങളിൽ ഗോൾഡൻ ബാബ പങ്കെടുക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഫോട്ടോ പതിച്ച വെള്ളിക്കിരീടവും ഇതിൽ ഉൾപ്പെടുന്നു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ മലിനജല ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബത്തെയും ചികിത്സയിൽ കഴിയുന്നവരെയും രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. ബോംബെ ആശുപത്രിയിലെത്തിയ രാഹുൽ ഗാന്ധി ചികിത്സയിൽ കഴിയുന്നവരുടെ ബന്ധുക്കളുമായി സംസാരിച്ചു. ദുരന്തം ഏറ്റവും അധികം ബാധിച്ച ഭഗീരഥ്പുരയിലും രാഹുൽ സന്ദർശനം നടത്തി. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. നക്സൽ സാന്നിധ്യമുണ്ടെന്ന സൂചനയെ തുടർന്ന് നടത്തിയ തെരച്ചിലിനിടെ വെടിവയ്പുണ്ടായെന്നാണ് വിവരം. 2 മാവോയിസ്റ്റുകളുടെ മൃതദേഹവും ആയുധങ്ങളും സ്ഥലത്തുനിന്ന് കണ്ടെത്തി. ജനുവരി 3 ശേഷം ബിജാപൂർ ഉൾപ്പെടുന്ന ബസ്തർ മേഖലയിൽ 14 മാവോയിസ്റ്റുകളാണ് സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്.
ഫ്രാൻസിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 114 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള കരാർ അടുത്ത മാസം ഒപ്പുവയ്ക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശന വേളയിലാകും കരാറിൽ ഒപ്പുവയ്ക്കുക. 3.25 ലക്ഷം കോടി രൂപയ്ക്കാണ് ഇന്ത്യ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത്. യു.പിയിൽ ഭാര്യയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഭർത്താവ് പോലീസിൽ കീഴടങ്ങി. ഫത്തേപൂരിൽ 22-കാരനായ സച്ചിനാണ് ഭാര്യ ശ്വേതയെ കൊലപ്പെടുത്തിയത്. ശ്വേതയെ കഴുത്തുഞെരിച്ച് കൊന്നെന്നും മൃതദേഹം ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞു വച്ചിരിക്കുകയാണെന്നും യുവാവ് കരഞ്ഞുകൊണ്ട് സ്റ്റേഷനിലെത്തി അറിയിക്കുകയായിരുന്നു. ഭാര്യയിലുണ്ടായ സംശയമാണ് കൊലയ്ക്ക് പിന്നിൽ എന്നാണ് പ്രാഥമിക നിഗമനം. ദളിത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വിവാദ പ്രസ്താവനയുമായി മധ്യപ്രദേശിലെ കോൺഗ്രസ് MLA ഫൂൽ സിംഗ് ബരയ്യ. ദളിത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്താൽ തീർത്ഥാടന പുണ്യം കിട്ടുമെന്ന് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ദളിത് സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയാകുന്നതെന്ന് ഫൂൽ സിംഗ് സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇത്തരം പ്രസ്താവനകൾ ന്യായീകരിക്കാനാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ ശക്തമായ നടപടികൾ എടുക്കുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ഭീകരവാദ ഭീഷണികൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. US പ്രസിഡന്റ് ട്രംപിനെ ക്രിമിനൽ എന്ന് വിളിച്ച ഇറാനിയൻ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി ഇറാനിലെ പുതിയ പ്രക്ഷോഭത്തിൽ US നേരിട്ട് ഇടപെട്ടെന്നാണ് ഖമനയുടെ ആരോപണം. തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണങ്ങൾക്കിടെ ഉഗാണ്ടയിൽ ജയമുറപ്പിച്ച പ്രസിഡന്റ് യുവനി മുസവാനി 74% വോട്ടിന്റെ വ്യക്തമായ ലീഡുമായാണ് മുസവാനിയുടെ മുന്നേറ്റം. രാജ്യത്ത് ഇന്റർനെറ്റ് സ്ഥിരമായി വിച്ഛേദിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. ഇനി മുതൽ ഭരണകൂടം അംഗീകരിച്ചവർക്ക് മാത്രം ഇന്റർനെറ്റ് അനുവദിക്കുമെന്ന് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. ChatGPT ഉടമസ്ഥൻ OpenAIയും മൈക്രോസോഫ്റ്റും ചേർന്ന് തനിക്ക് $134 ബില്യൺ നഷ്ടപരിഹാരം നൽകണമെന്ന് ഇലോൺ മസ്ക്. താൻ കൂടി ചേർന്ന് തുടക്കമിട്ട OpenAI ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുമെന്ന ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറിയെന്നാണ് കേസ്. വെനസ്വേലൻ മന്ത്രിസഭയിൽ അതിനിർണായക പൊളിച്ചുപണി. മഡൂറോയുടെ അടുത്ത അനുയായിയും വ്യവസായ മന്ത്രിയുമായ അലക്സ് സാബിനെ സ്ഥാനത്തുനിന്ന് നീക്കി. വ്യവസായ മന്ത്രാലയം വാണിജ്യ മന്ത്രാലയവുമായി ലയിപ്പിക്കുമെന്നും സാബിന് പുതിയ ചുമതല നൽകുമെന്നും ആക്ടിംഗ് പ്രസിഡന്റ് അറിയിച്ചു. വെനസ്വേലൻ ബന്ധമുള്ള ഒരു എണ്ണക്കപ്പൽ കൂടി US പിടിച്ചെടുത്തു. അമേരിക്കൻ സൈനികർ കപ്പലിൽ കയറുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കരീബിയൻ കടലിലാണ് കപ്പൽ പിടിച്ചെടുത്തതെന്ന് US സൈന്യം അറിയിച്ചു. ഇറാനിലെ സൈനിക നടപടി വേണ്ടെന്ന് വെച്ചത് ആരും പറഞ്ഞിട്ടല്ല, തനിക്ക് തോന്നിയിട്ടാണെന്ന് ട്രംപ്. വധശിക്ഷകൾ ഇറാൻ റദ്ദാക്കിയത് തന്നെ അതിന് വലിയ കാരണമായെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ട്രംപ് മറുപടി നൽകി. ലണ്ടനിലെ ഇറാനിയൻ ഇസ്ലാമിക് റിപ്പബ്ലിക് എംബസിയിലെ പതാക അഴിച്ചുകളഞ്ഞ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ലണ്ടനിൽ നടന്ന ഐക്യദാർഢ്യത്തിലാണ് എംബസിയുടെ മുകളിൽ കയറി പതാക അഴിച്ച് ഇറാനിയൻ രാജകീയ പതാക വീശിയത്. ഗസയിലേക്കുള്ള സഹായ വിലക്ക് തുടരുന്ന സാഹചര്യത്തിൽ മാനുഷിക ദുരന്തം കൂടുതൽ വ്യാപിക്കുമെന്ന മുന്നറിയിപ്പുമായി സംഘടനകൾ. 37 സഹായ സംഘങ്ങൾക്കാണ് ഇസ്രായേൽ പുതുതായി വിലക്ക് ഏർപ്പെടുത്തിയത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ട്രക്ക് കനാലിലേക്ക് മറിഞ്ഞ് 14 പേർ മരിച്ചു. മരിച്ചവരിൽ ഒരു കുടുംബത്തിൽ 6 കുട്ടികളും 5 സ്ത്രീകളും ഉൾപ്പെടുന്നു. മൂടൽമഞ്ഞിൽ കാഴ്ച നഷ്ടമായതാണ് അപകടത്തിനു കാരണം. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി ശാന്തത തേടുന്നവരുടെ ഇഷ്ടത്താവളമായി യാംബു അൽ നഖ്ലിലെ തൽ അത്ത് നസ പ്രദേശത്തേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. ഐക്യദാർഢ്യ ദിനം ആചരിച്ച UAE. ആഗോളതലത്തിൽ UAEയുടെ ഖ്യാതി ഉയർത്തിപ്പിടിക്കാനുള്ള ജനത കാട്ടിയ ഐക്യദാർഢ്യത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിനം. അബുദാബിയിൽ 4 വർഷം മുൻപ് ഹൂതി വിമതർ നടത്തിയ ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിലാണ് ഐക്യദാർഢ്യ ദിനം ആചരിക്കുന്നത്. ബഹ്റൈനിൽ ജോലിസ്ഥലത്തെ തർക്കത്തെ തുടർന്ന് സഹപ്രവർത്തകയുടെ മുഖത്ത് തിളച്ച വെള്ളമൊഴിച്ച 20-കാരന് 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു കോടതി. ആക്രമണത്തിൽ യുവതിക്ക് സാരമായി പരിക്കേറ്റിരുന്നു. തബൂക്ക്, മദീന, മക്ക, അൽബഹ, അസർ എന്നിവയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റ് തുടരും എന്ന് മുന്നറിയിപ്പ്. റിയാദിന്റെയും കിഴക്കൻ പ്രവിശ്യയുടെയും തെക്കൻ ഭാഗങ്ങളിലും നജറാൻ മേഖലയിലും പൊടിക്കാറ്റ് ദൃശ്യപരതയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സൗദിയിൽ ജവാസത്ത് പോലീസിൽ 362 പേർ കൂടി ചേർന്നു. റിയാദിലെ പാസ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പാസ്പോർട്ട് വിഭാഗം ആക്ടിംഗ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഡോക്ടർ സാലിക് ബിൻ സാദ് അൽ മുറബ് മുഖ്യാതിഥിയായിരുന്നു.
കുവൈത്തിൽ തിങ്കളാഴ്ച രാജ്യവ്യാപകമായി പരീക്ഷണാർത്ഥം എമർജൻസി സൈറൺ മുഴക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൈറൺ മുഴങ്ങും. മൈനർ ബസിലിക്ക പദവിയിൽ കുവൈത്ത് അഹമ്മദിയിലെ കത്തോലിക്ക ദേവാലയമായ ഔർ ലേഡി ഓഫ് അറേബ്യ ഗൾഫ് മേഖലയിലെ ആദ്യ മൈനർ ബസിലിക്ക പദവി ലഭിക്കുന്ന ദേവാലയമാണ് ഇത്. GCC രാജ്യങ്ങളിലെ പബ്ലിക് പ്രോസിക്യൂഷനുകളുടെയും പ്രോസിക്യൂട്ടർ ജനറൽ ഓഫീസുകളുടെയും സ്പെഷ്യലിസ്റ്റ് കമ്മിറ്റിയുടെ 50ാമത് യോഗം സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്നു. GCC രാജ്യങ്ങളിലെ പ്രോസിക്യൂഷൻ നടപടികളിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുന്നതിനായുള്ള നിയമനിർമ്മാണ ചർച്ചകൾ യോഗത്തിൽ നടന്നതായി റിപ്പോർട്ട് ചെയ്തു. 2026 UN സെക്രട്ടറി ജനറലിന്റെ മുൻഗണനകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി സെഷനിൽ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ബഹ്റൈൻ രാജ്യം പ്രസ്താവന നടത്തി. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള സെക്രട്ടറി ജനറലിന്റെ തുടർച്ചയായ ശ്രമങ്ങൾക്ക് GCCയുടെ പിന്തുണ പ്രസ്താവനയിൽ ആവർത്തിച്ചു. രാജ്യത്തെ കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നിയമനിർമ്മാണത്തിനൊരുങ്ങി ബഹ്റൈൻ. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ട് തുടങ്ങുന്നത് നിരോധിക്കുമെന്ന പുതിയ ബിൽ കൗൺസിൽ ചർച്ച ചെയ്യും. ഇന്ത്യയിൽ അവതരിപ്പിച്ച് 40 മാസത്തിനുള്ളിൽ ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈ റൈഡർ 2 ലക്ഷം യൂണിറ്റ് വിൽപ്പന എന്ന നാഴികക്കല്ല് പിന്നിട്ടതായി റിപ്പോർട്ട്. മാരുതി ഗ്രാൻഡ് വിസാരയെ അടിസ്ഥാനമാക്കിയുള്ള ഈ മിഡ് സൈഡ് SUV വിപണിയിൽ ശക്തമായ ഡിമാൻഡാണ് നിലനിർത്തുന്നത്. 2026ഓടെ 2 പുതിയ SUVകൾ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാൻ ഹോണ്ട. എലിവേറ്റ് ഫേസ്ലിഫ്റ്റും ബ്രാൻഡിന്റെ ആദ്യ ഹൈബ്രിഡ് SUVയുമായ ZR-Vയുമാണ് പുതിയതായി എത്തുന്നത്. ഇന്ത്യയിൽ വാഹന ഫിറ്റ്നസ് പരിശോധന കർശനമാക്കാൻ റോഡ് ഗതാഗത മന്ത്രാലയം. ഓരോ പരിശോധനയ്ക്കും ജിയോ ടാഗ് ചെയ്ത വീഡിയോ റെക്കോർഡിംഗ് നിർബന്ധമാക്കും. കർശന സമയപരിധികളും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രഭാസ് ആരാധകരെ ആവേശത്തിലാഴ്ത്തി സ്പിരിറ്റ് സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ച് അണിയറ പ്രവർത്തകർ. സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്യുന്ന ചിത്രം അടുത്ത വർഷം മാർച്ച് 5-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തും. തിയേറ്ററിൽ തകർന്നടിഞ്ഞ മൾട്ടി സ്റ്റാർ ചിത്രം 45ന്റെ OTT റിലീസ് തീയതി പ്രഖ്യാപിച്ചു. C5ലൂടെ ജനുവരി 23-ന് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിക്കും. രാകേഷ് ഗോപൻ സംവിധാനം ചെയ്യുന്ന തിമിംഗലവേട്ട ഏപ്രിൽ റിലീസ് ചെയ്യും. അനൂപ് മേനോൻ, ബൈജു സന്തോഷ്, കലാഭവൻ ഷാജോൺ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് ഇത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി. ഭാര്യ രാധികയ്ക്കും മക്കൾക്കും ഒപ്പം കുടുംബസമേതമാണ് താരമെത്തിയത്. ലോക ഗുരുവായ കൊല്ലൂർ മൂകാംബിക ദേവിയുടെ സാന്നിധ്യത്തിൽ ഐശ്വര്യത്തിനും സമാധാനത്തിനുമായി നവചണ്ഡിക ഹോമം നടത്തുവാനും പങ്കെടുക്കുവാനും സാധിച്ചതിൽ സന്തോഷമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. 2026 പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഇന്ത്യൻ സിനിമകളുടെ പട്ടിക പുറത്തുവിട്ട ലോക പ്രശസ്ത സിനിമ ഡാറ്റാബേസ് സൈറ്റായ IMDb 20 സിനിമകളുടെ ലിസ്റ്റാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അനശ്വര രാജിന്റെ തമിഴ് ചിത്രം വിത്ത് ലവ് സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കി നെറ്റ്ഫ്ലിക്സ്. വൻ തുകയ്ക്കാണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. തുടരും എന്ന ചിത്രത്തിനു ശേഷം തരുൺ മൂർത്തിയും മോഹൻലാൽ വീണ്ടും ഒന്നിക്കുന്ന പുതിയ ചിത്രത്തിന്റെ പൂജ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു. ആഷിഖ് ഉസ്മാനാണ് ചിത്രം നിർമ്മിക്കുന്നത്. മീര ജാസ്മിനാണ് ചിത്രത്തിലെ നായിക. ധനുഷ് നായകനാകുന്ന പുതിയ ചിത്രം കരയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കി നെറ്റ്ഫ്ലിക്സ്. ചിത്രത്തിൽ മലയാളി താരം മമിതയാണ് ധനുഷിന്റെ നായികയായി എത്തുന്നത്. പോർതൊഴിൽ എന്ന ചിത്രത്തിനു ശേഷം വിഘ്നേഷ് രാജ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കര. പെരുമാൾ മുരുകന്റെ ചെറുകഥ കുടിത്തുണിയുടെ ചലച്ചിത്രാവിഷ്കാരം അങ്കമാൾ OTTയിലെത്തി. ശ്രദ്ധേയനായ തമിഴ് ചിത്രകാരനും കവിയും എഴുത്തുകാരനുമായ പെരുമാൾ മുരുകന്റെ ചെറുകഥ ആദ്യമായി ചലച്ചിത്രമാകുന്ന പ്രത്യേകത ഈ ചിത്രത്തിനുണ്ട്. ഇന്ത്യയിൽ ചരിത്രം കുറിച്ച പുഷ്പ 2 ജപ്പാനിലും തരംഗമാകുന്നു. ഐക്കൺ സ്റ്റാർ അല്ലു അർജുൻ നായകനായ പുഷ്പ 2 ദ റൂൾ കഴിഞ്ഞ ദിവസമാണ് ജപ്പാനിൽ റിലീസ് ചെയ്തത്. റിലീസ് ദിനത്തിൽ തന്നെ ടോക്കിയോ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെ തിയേറ്ററുകളിൽ ആരാധകരെ കൊണ്ട് നിറഞ്ഞതായി റിപ്പോർട്ട്. അഭിഷേക് നാമ രചിച്ച് സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ തെലുങ്ക് ചിത്രം നാഗബന്ധത്തിലെ നഭാ നടേഷിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. പാർവതി എന്നു പേരുള്ള കഥാപാത്രമായാണ് നഭാ നടേഷ് ചിത്രത്തിൽ വേഷമിടുന്നത്. കാർത്തി നായകനാകുന്ന പുതിയ തമിഴ് ചിത്രം മാർഷലിന്റെ തിയേറ്റർ റിലീസിന് ശേഷമുള്ള OTT റൈറ്റ്സ് സ്വന്തമാക്കി നെറ്റ്ഫ്ലിക്സ്. കല്യാണി പ്രിയദർശനാണ് ചിത്രത്തിലെ നായിക. ലാൽ പ്രഭു, സത്യരാജ്, ജോൺ കൊക്കൻ, ഈശ്വരി റാവു എന്നിവരും ചിത്രത്തിൽ വേഷമിടുന്നു. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.